ഇറങ്ങി വാ. വേണ്ട വേണ്ട വേണ്ട, ഇരിക്കുകയാണെങ്കിൽ അകത്ത് വെച്ചിരിച്ചാൽ മതി. പുറത്ത് വെച്ചാൽ വെളിയിൽ ആളുകൾ കാണും. ഇങ്ങോട്ട് ഇറങ്ങിയോടോ. നില്ലങ്ങോട്ട്. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോൻ തന്റെ ബന്ധുവാണോ? സർക്കിൾ ഇൻസ്പെക്ടർ ബന്ധു? ആ ഉണ്ടാവും. ഞങ്ങളുടെ ഒരു വലിയ കുടുംബമാണ് സാർ. പുള്ളി എനിക്ക് നേരിട്ട് പരിചയമില്ല, പക്ഷേ ഒരു സർക്കിൾ ഇൻസ്പെക്ടറൊക്കെ ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാവും. അദ്ദേഹം നേരിട്ട് വിളിച്ച് പറഞ്ഞതുകൊണ്ട് ഇപ്പൊ ഏതായാലും വിടുന്നു. എപ്പ അറിയിച്ചാലും ഇങ്ങ് വന്നേക്കണം. സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോൻ ആരാടാ അത്? ചിലപ്പോ ആള് മാറിപ്പോയതായിരിക്കും. ഇതല്ല എനിക്ക് തോന്നുന്നത്. എന്റെ കവിതകൾ സ്ഥിരമായിട്ട് വായിക്കുന്ന ഒരു ആരാധകനായിരിക്കും ഈ സർക്കിൾ ഇൻസ്പെക്ടർ. അതേതായാലും ഉണ്ടാവില്ല. നിന്റെ ഏതെങ്കിലും ഒരു കവിത വായിച്ച മനുഷ്യനാണെങ്കിൽ നിന്നെ ആയുഷ്കാലം മുഴുവനും ലോക്കപ്പിലിടാനേ അയാൾ പറയുള്ളൂ. അല്ല, നീയും അടുത്ത വീട്ടിലെ പെണ്ണും തമ്മിൽ വല്ല ബന്ധമുണ്ടോ? അയ്യേ, എന്ത് ബന്ധം? അവളുടെ അച്ഛൻ ആ വകുപ്പാണെന്നാ തോന്നുന്നേ. ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീധരമേനോൻ ഒന്ന് കിട്ടുമോ? എന്നൊക്കെ ഫോണിൽ വിളിച്ച് കൂന്നു കേൾക്കാം. ശരിയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കലുണ്ട്. എന്നാലേ ഇതോളെ വാപ്പ തന്നെ. അത് തനിക്ക് ഇങ്ങനെ അറിയാം? വിവരമുള്ളവർക്ക് കേട്ടാ മനസ്സിലാവില്ല അച്ഛനും മോളും സംസാരിക്കുന്നതൊക്കെ. അയാൾ അവിടെ വരാറുണ്ടോ? അതേ കണ്ടില്ല. ഇതോളെ അമ്മാവന്റെ വീടാണെന്നാ തോന്നുന്നത്. അവിടെ ഒരു തടിമാറിനുണ്ട്. അതായത് അങ്കിളും ഇങ്കിളെന്നൊക്കെ ഇങ്ങനെ വിളിക്കുന്നേക്കാം. അല്ലാതെ പോലീസുകാര് 2ാം വട്ടം ഇരിക്കാൻ പ്ലാൻ ഇടുമ്പോഴാ കുട്ടിയുടെ അച്ഛന്റെ ഫോൺ വന്നത്. അതിനുശേഷം ആ ഇൻസ്പെക്ടർക്ക് എന്നോടുള്ള ബഹുമാനം കാണുമായിരുന്നു. വലിയ ഉപകാരം. നല്ല ആരോഗ്യമുണ്ടല്ലോ. ബ്ലേഡ് കമ്പനി വിട്ട് ദേഹാധ്വാനമുള്ള വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കിക്കൂടെ? എന്ത് ജോലി? കൂലിപ്പണിയാ. ഞാനേ 3 ഡിഗ്രി പാസ്സായിട്ടുണ്ട്. അയ്യോ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ ലോഡ്ജിൽ തന്നെ ഇരുന്നാ മതി. ആവശ്യക്കാരെ അങ്ങോട്ട് അന്വേഷിച്ചു വരട്ടെ. കുട്ടിയുടെ അച്ഛൻ ഇപ്പൊ എവിടെ ജോലി ചെയ്യുന്നത്? എന്തിനാ? അദ്ദേഹത്തോട് പറഞ്ഞൊരു ജോലി ഓഹോ, വേറെ എന്ത് ചെയ്യണമെന്നൊരു പിടി കിട്ടുന്നില്ല. അതുകൊണ്ടാ. എങ്കിൽ നാട്ടിൽ തന്നെ വല്ലതും നോക്കിക്കൂടെ? പൊങ്ങച്ചൻ പറയാണെന്ന് വിചാരിക്കരുത്. നാട് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ എനിക്ക് അച്ഛനും അമ്മയൊന്നുമില്ല. ജോലിയില്ലാതെ 2-3 ദിവസം തറവാട്ടി പോയി നിന്നാ ചേച്ചിയുടെയും ഭർത്താവിന്റെ മുഖം കറക്കും. കാര്യങ്ങളൊക്കെ നോക്കുന്നവരാ. പ്രശ്നമല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ശ്രമിച്ചു നോക്കാം അല്ലേ?